നിർഭയത്വം എന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പലതരം ഭയങ്ങൾ മനുഷ്യനെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിച്ച് അങ്ങാടിയിലിരുന്ന് സംസാരിച്ച ഒരു വ്യക്തി, രണ്ടാളും പിരിഞ്ഞ് അയാൾ വീട്ടിലെത്തി ചോറ് കഴിക്കാനിരിക്കുമ്പോൾ കേൾക്കുന്നത് ഇത്രയും നേരം അടുത്തിരുന്നിരുന്ന ആള് മരിച്ചു എന്നാണ്. ഞാനൊക്കെ ഇജ്ജ് പോയിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ തൊട്ടടുത്ത അങ്ങാടിയിൽ നിന്ന് അയാൾ പോയത്. ഇജ്ജ് പോയിട്ട് ഞാൻ പോകുള്ളൂ എന്ന് തമാശയും പറഞ്ഞു പോയ ആള് മരിച്ചു കിടക്കുന്നിടത്തേക്കാണ് ചെല്ലണത്. സ്വാഭാവികമായിട്ടും പൊടുന്നനെയുള്ള മരണങ്ങൾ ഇന്ന് ആളുകളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി മനുഷ്യന്റെ സാമ്പത്തിക പദ്ധതികളൊക്കെ, ചില ആളുകൾക്ക് ഗൾഫായിരിക്കും, ചില ആളുകൾക്ക് വേറെ പല ബിസിനസ്സുകളും ആയിരിക്കും. അപ്രതീക്ഷിതമായി എല്ലാം പൂട്ടിപ്പോകുന്ന, തിരിച്ചു വരേണ്ടുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ആ നിലക്കുള്ള ഭയങ്ങൾ ആളുകൾക്കുണ്ട്. മറ്റൊന്ന്, മക്കളെ സംബന്ധിച്ച് അസ്വസ്ഥമാകാത്ത ആരും ഉണ്ടാവില്ല. ഒരു ചെറിയ അസ്വസ്ഥതയെങ്കിലും മനസ്സുകളിൽ ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വ്യക്തികളും. മഹാഭൂരിപക്ഷം വരുന്ന വ്യക്തികളും അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് മക്കളെക്കുറിച്ച് കുട്ടികളൊരു 5 മിനിറ്റ് വൈകുമ്പോഴേക്ക് നമ്മൾ ഭയക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് കാരണങ്ങൾ അറിയാത്ത ഭയങ്ങൾ വേട്ടയാടുന്ന എത്രയോ ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട്. കാരണമൊന്നും അറിയില്ല, പക്ഷെ പേടിയാണ്. ചികിത്സയും മരുന്നുമായിട്ട് അവർ പോവുകയാണ്. ഇനി നമുക്ക് കോമഡിയായി തോന്നുമെങ്കിലും ഒരു കറുത്ത പൂച്ച പാസ് ചെയ്യണത് കണ്ട ആ കറുത്ത പൂച്ചയെ പേടിച്ച് അന്നത്തെ എല്ലാ പദ്ധതി അവസാനിപ്പിക്കണവരുണ്ട്. സ്വന്തം വീട്ടിൽ 10,000 മുടക്കി ഉണ്ടാക്കിയ വീടിന്റെ ഭാഗങ്ങൾ, ടോയ്ലറ്റും അടുക്കളയും അനുബന്ധ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും അത് അടിച്ചു പൊളിക്കണേ, കന്നിമൂലയുടെ പേരിൽ അത് അടിച്ചു പൊളിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം മക്കളെപ്പോലും കൊന്നവരുണ്ട്. ഈ കുട്ടി ജനിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരാൻ പോവാണ്, വലിയ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ് എന്ന നിലയ്ക്ക് സ്വന്തം കുഞ്ഞിനെ വാട്ടർ ടാങ്കിലിട്ട് കൊന്ന അമ്മയുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പ്രമേയം അതിങ്ങനെ ഒരു നോട്ടീസിൽ ഒട്ടിച്ച് കാണുമ്പോൾ ഒരുപക്ഷെ അത്ര തന്നെ ഈ ക്യാപ്ഷന് ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവർ ഒരുപക്ഷെ ആലോചിക്കണില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? തൗഹീദ് എങ്ങനെയാണ് നമുക്ക് നിർഭയത്വമായി മാറുന്നത് എന്നുള്ളതാണ്. തൗഹീദ് എങ്ങനെയാണ് നിർഭയത്വമായി മാറുന്നത്? തൗഹീദ് എങ്ങനെയാണ് നിർഭയത്വമായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെടുത്തത് ഓടിപ്പോയി പറയും. അങ്ങനെയല്ലേ? എടാ, എൻ്റെ കുട്ടി ആശുപത്രിയിലാണ് കേട്ടോ, ഇത്ര റുപ്യ വേണം കേട്ടോ എന്ന് നമ്മൾ പറയും. സത്യത്തിൽ ഭൂമിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ എന്ന നിലയ്ക്ക് ചില ആളുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വാപ്പിയും ഉമ്മയും നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ആ ഗണത്തിലാണ് പെടുക. പക്ഷെ ഈ ഇരിക്കണ നമ്മൾ പോലും 100% മനസ്സുകൊണ്ട് ജീവിതത്തിലെ എത്ര മിനിറ്റ് ചിന്തിച്ചിട്ടുണ്ടാകും, അള്ളാഹുവിനാണ് നമ്മളെ ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിനാണ് എന്നെ ഏറ്റവും ഇഷ്ടം എന്ന് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട് എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എൻ്റെ വാപ്പാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ അഗാധമായി ചിന്തിക്കും. അല്ലെ, അവരിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ നമ്മളെ കണ്ണ് നിറയും. നമ്മുടെ പ്രാർത്ഥന ഏകാഗ്രമായി നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. എന്താ കാര്യം? പലപ്പോഴും എന്താണ്, ഒരാൾക്ക് കരള് പോയി, സ്വന്തം കരള് പകുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. കിഡ്നി പോയി, പെങ്ങളെ കിഡ്നി പോയി, ആങ്ങളെന്ത് ചെയ്യാണ്? ഇങ്ങനെ കിടന്നു കൊടുക്കുക. എന്തിന്? കിഡ്നി എടുത്തിട്ട് 2 കിഡ്നി വേണ്ട, 1 കിഡ്നി എടുത്തിട്ട് പെങ്ങൾക്ക് കൊടുക്കാൻ. അപ്പൊ അത്ര ആഴത്തിൽ നമ്മളൊക്കെ പരസ്പരം സ്നേഹിക്കുന്നുണ്ടാകും. ഞാൻ പറയുന്നത്, സ്വന്തം കരള് പകുത്തു കൊടുത്ത് സ്വന്തം മകന് ജീവൻ പകരുന്ന 65-കാരിയായ ഒരു ഉമ്മയെക്കാളും അള്ളാഹു അഗാധമായി നമ്മളെ സ്നേഹിക്കുന്നു
എന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ചിന്തയിലെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും ഉണ്ടോ? എനിക്ക് അള്ളാഹു ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കും എന്നൊക്കെ നമ്മൾ പറയും. കോമൺ ആയിട്ട് ജനിച്ച നാൾ മുതൽ ഇങ്ങനെ കേട്ടുവരുന്ന ഒരു ഡയലോഗ് എന്നുള്ള നിലക്ക് നമ്മുടെ ഉപബോധ മനസ്സിന്ന് അതിങ്ങോട്ട് പുറത്തേക്ക് ചാടും. അതല്ലെങ്കിൽ നമ്മളെ ഫിത്രത്തിൽ ജന്മന ഒരു മനുഷ്യന്റെ ഉള്ളിൽ അള്ളയാണുള്ളത്, വേറെ ആരുമല്ല ഉള്ളത്, വേറെ ആരുമല്ല. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗോപാലന്റെ കുട്ടിയും റഫീഖിന്റെ കുട്ടിയും രാമന്റെ കുട്ടിയൊക്കെ ജനിച്ചുടനെ മരിച്ചാൽ അവർ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് അതാണ്. ഒരു യുദ്ധം കഴിഞ്ഞപ്പോ ഒരു സംഘം ബന്ദികളെ പ്രവാചകന്റെ മദീനയിലെ പള്ളിയിൽ ഹാജരാക്കി. യുദ്ധം നടക്കുന്ന കാലത്ത് പരസ്പരം ആളുകളെ ബന്ദികളാക്കി പിടിക്കുന്ന ഒരു ക്രമം അന്നുണ്ടായിരുന്നു. ആ ക്രമം ഇസ്ലാം ഒരു സ്വിച്ച് ഓൺ ഓഫ് ആക്കല്ല ചെയ്തത്. പെട്ടതൊരു പള്ളിയിൽ ജുമാക്ക് വന്ന ആളുകൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഇതുപോലത്തെ ഒരു വിഷയം പരാമർശം കേട്ടുപോയിട്ടുണ്ടാകും. എന്താ, അബ്രഹാം ലിങ്കൺ അടിമത്തം ഒന്നിച്ച് നിരോധിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം അടിമകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അടിമത്തത്തിലേക്ക് തന്നെ പോകണം, ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞു. ഇസ്ലാം അടിമത്തത്തെ വളരെ ക്രമപ്രദമായി ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ക്രമം സ്വീകരിക്കുകയാണ് ചെയ്തത്. വിഷയം ഞാൻ അങ്ങോട്ട് പോകണില്ല, സമയപരിമിതി പരിഗണിച്ചുകൊണ്ട്. അപ്പോ ഇങ്ങനെ വന്ന ഒരു സംഘം ആളുകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ അതിന്റെ കുഞ്ഞിനെ തെരയാണ്. അടിമയായി പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ പരതുകയാണ്. അസ്വസ്ഥയായി ഉണ്ടല്ലോ, അടുത്ത് നിന്നിനെ കുട്ടിനെ പെട്ടെന്ന് കാണാതാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തെരയാന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോ അവസാനം ആ കുട്ടിയെ കയ്യിൽ കിട്ടിയപ്പോ ആ കുഞ്ഞിനെങ്ങനെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് തുരുതുരാ ഉമ്മ കൊടുക്കുന്ന ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതറൗന ഹാദിഹി ത്വാരിഹത്തൻ വലദഹ ഫിന്നാർ, ഈ സ്ത്രീ ഈ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു, ലാ വഹിയ തഖ്ദിറു അലാ അൻ ലാ തത്റഹു, ഒരു നിലക്കും ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ നരകത്തിൽ എറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഉത്തരം, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, അള്ളാഹുവിന് ആ പെണ്ണിന് ആ കുട്ടിയോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം അവന്റെ അടിമയോടുണ്ട് എന്നാണ്. ശരിക്കൊരു വ്യക്തി ഇത് മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി ഒരാൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? എന്തെങ്കിലും ആശങ്ക ഉണ്ടോ? ഒരാശങ്കയില്ല. എന്നെ ഏറ്റവും സ്നേഹിക്കണ റബ്ബ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ബാങ്ക് ബാലൻസ് പടച്ചോനറിയാം. എന്റെ വാപ്പാക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടാ വന്നത്. എന്റെ ബാങ്ക് ബാലൻസ് അറിയണ, എന്റെ അവസ്ഥ അറിയണ, എന്നെ സ്നേഹിക്കണ റബ്ബ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ഒരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ ഉപ്പന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നിംസ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയം 2012 ഉപ്പാന്റെ എല്ലാ അസുഖവും മാറി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. അള്ളാഹു ദീർഘായുസ്സാഫിയത്തൊക്കെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഈ ബില്ലിംഗ് കൗണ്ടറിൽ ഇരുന്നൊരു മനുഷ്യൻ ഇങ്ങനെ കരയുന്നുണ്ട്. യാദൃശികമായിട്ട് അദ്ദേഹത്തെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടപ്പോ ബില്ലടക്കാൻ പൈസ അല്ലാതെ ഇങ്ങനെ എഡങ്ങാറായിട്ട് ഇരിക്കുകയാണ് മൂപ്പര്. ക്യാൻസർ ബാധിച്ച അദ്ദേഹത്തിന്റെ മോള് പാപ്പാനെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഉള്ള പൈസ അടച്ചിട്ട് മരുന്ന് നമുക്ക് പിന്നെ വാങ്ങപ്പാന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഞാനതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അറിയുന്ന ഒരാളപ്പം വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ കണ്ടൊരു കാഴ്ച അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, നിങ്ങളെ മൂപ്പരോട് പറയും മൂപ്പരെ ചികിത്സക്ക് വേണ്ട ഫുള്ള് പൈസ ഞാനാണ് കൊടുക്കും, മനസ്സിലായില്ല, ഞാനാണ് കൊടുക്കും, ഇനി മൂപ്പരെ കണ്ണീര് വീഴാൻ പാടില്ല എന്ന് മൂപ്പരോട് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞ പടച്ചോൻ ഇതിനൊരു പ്ലാനിങ് ഉണ്ടാക്കൂ. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിൽ എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ? പക്ഷേ അങ്ങനെ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റണം. സ്വന്തം ഉമ്മനെക്കാളും പടച്ചോനാണ് എന്നെ സ്നേഹിക്കണത് എന്ന് ഉൾക്കൊണ്ടാൽ അതെങ്ങനെ ഉൾക്കൊള്ളുക? അള്ളാഹുവിനെ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ പഠിക്കണം. അസ്മാഉൽ ഹുസ്ന കേവലം ഇങ്ങനെ ചുണ്ടിൽ ചൊല്ലി അവസാനിപ്പിക്കാനുള്ളതല്ല. നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ പഠിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ദറജയിലേക്ക് ഞാൻ പറയാം, ഈ ഒരു ദറജയിലേക്ക് ഉയരും. ഇനി രണ്ടാമത്തത് എന്താ അറിയോ? അള്ളാഹുവിന്റെ ശക്തി ഒരു വ്യക്തി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാം ചെയ്യാൻ കഴിയും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് സാധിക്കാത്ത ഒന്നുമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ,
ഇന്നമാ അംറുഹു ഇദാ അറാദ അൻ യകൂന ലഹു, പിന്നെ ഒരു കാര്യം ഉണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പം ഉണ്ടാകും. 20 കൊല്ലായിട്ട് അവർക്ക് മക്കളില്ല. ഇന്ന് പടച്ചോൻ വിചാരിച്ചാൽ മതി, കുൻ എന്ന് പടച്ചോൻ വിചാരിച്ചാൽ മതി, ഉണ്ടാകും. കുൻ എന്ന് വിചാരിച്ചാൽ മതി, അപ്പുണ്ടാകും, അപ്പോൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇത് അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കാൻ കഴിയണം. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയും. അപ്പൊ ഏലസ് ഉണ്ടാവൂല, ഐക്കല്ലുണ്ടാവൂല, ഉറുക്കുണ്ടാവൂല, ജാറുണ്ടാവൂല, ബീവി ഉണ്ടാവൂല, തങ്ങളുണ്ടാവൂല, ഔലിയപ്പാപ്പ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. മാത്രല്ല ഖുർആൻ ചോദിക്കുക, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരി അലാ അൻ യഖ്ലുഖ മിത്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആയത്തൊക്കെ ഹിഫ്ള് ഉണ്ടാവും, അത് ഒരുപാട് ഓതുന്നുണ്ടാവും അല്ലേ? സൂറത്ത് യാസീൻ എന്നുള്ള വചനാണ് ഞാൻ ഓതിയത്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് പറ്റൂലേ? അലാ യഖ്ലുഖ മിത്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ, വീണ്ടും അവരെ പുനർജീവിപ്പിക്കാൻ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാലും ഈ ഭയമൊക്കെ പോകും. മരിച്ചതിന്റെ ശേഷമുള്ള ജീവിതം വലുത്, ഇവിടുത്തതൊക്കെ ചെറുതാണ്. അവിടേക്കുള്ള ഒരു വഴിയാണിത്. അപ്പോ അത് ആ ചിന്ത വരുന്നതോട് കൂടെ സ്വന്തം ബിസിനസ് കൂട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ ഫോണിൽ നല്ല മനോഹരമായ ഒരു വോയിസ് കിടക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളെ ഈ മദ്രസ എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട് പീസ് റേഡിയോയിൽ. ഈ മദ്രസ കുട്ടികൾക്ക് പിന്നെ നിശ്ചിത ഒരു 40 മിനിറ്റ് ഒരു ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സിന്റെ പ്രത്യേകത, ആ സീസണിൽ ആ കുട്ടി തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് പറയാം, കെണിയിൽപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയാം. അപ്പോ ഒരു മനുഷ്യൻ എനിക്ക് ഒരു വോയിസ് അയക്കണം, ഭയങ്കര 2-2.5 ലക്ഷം രൂപ സാലറി വാങ്ങണ ഒരാള് മെയിൽ തുറന്നു നോക്കിയപ്പോ, ഓഫീസിൽ ചെന്ന് മെയിൽ തുറന്നു നോക്കിയപ്പോ 1.5 മാസം കൊണ്ട് നിങ്ങൾ ജോലി വിട്ട് വേറെ ജോലിയിൽ പോകണം എന്നുള്ള മെയിൽ വന്ന് കിടക്കുകയാണ്. കാരണമൊന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ തളർന്ന അവശമായി വീട്ടിൽ വന്ന പിന്നെ കുട്ടിയോട്, പിന്നെ വീട്ടിൽ വന്ന അദ്ദേഹത്തോട് മോള് ഈ മദ്രസയിൽ ഒന്ന് പഠിപ്പിച്ച ദിക്ർ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ദുഃഖവും വിഷമവും പ്രയാസമൊക്കെ വരുമ്പോ ഈ ദിക്ർ ചൊല്ലിയാൽ മതി എന്നാണ് മൂപ്പര് പറയാ. 2.5 ലക്ഷം മാസം കിട്ടുന്ന ജോലി പോയിക്കോട്ടെ മൗലവി, എന്താ പ്രശ്നം? എന്റെ മോൾ ഇങ്ങനെ ചിന്തിച്ചല്ലോ, അത് മതിയല്ലോ എന്നാണ്. അപ്പൊ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നൊരു വ്യക്തി ചിന്തിക്കുമ്പോൾ അയാൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. മാത്രല്ല അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ അതിജയിക്കാൻ ഭൂമിയിലുള്ള ആകാശത്തുള്ള ഒന്നിനും സാധ്യമല്ല എന്ന വിശ്വാസം മനസ്സിലുണ്ടാകുമ്പോ നമ്മള് നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്ർ എന്താ? ഈ ദിക്ർ അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് എത്ര ആള് ചൊല്ലുന്നുണ്ട്? ഇത് ചൊല്ലിയാ പിന്നെ വേറെ വല്ല പ്രശ്നമുണ്ടോ? എന്താ? അള്ളാഹുവേ, നീ നൽകിയത് തടയാൻ ലോകത്തൊരു ശക്തിക്കും പറ്റൂല, നീ തടഞ്ഞത് നൽകാനും നീ നൽകിയത് തടയാനും ലോകത്തൊരു ശക്തിക്കും പറ്റൂല, ഒരു ശക്തിക്കും പറ്റൂല എന്ന് വിശ്വസിക്കുന്നതോട് കൂടെ ഒരു വ്യക്തി എത്തിപ്പെടുന്ന ഒരു കാര്യം എന്താ അറിയോ? ഒരു വ്യക്തി എത്തിപ്പെടുന്ന ഒരു മനസ്സുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യത്തിന് അതെ എനിക്കെന്റെ അള്ളാഹു മതി എന്ന ഉത്തരത്തിലേക്കായിരിക്കും അടിമ പൊതുവെ എത്തിച്ചേരുക. അതെന്താ അറിയോ? ഇതിൽ നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ശക്തനാണ്, അവന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഹൃദയം എല്ലാ സെക്കൻഡിലും ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം 70 ലക്ഷം തവണ, അല്ലെ, 70,000 തവണ നമ്മുടെ ഹൃദയം മിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യണില്ല. മാത്രല്ല ഒരു വർഷം 36 ബില്യൺ തവണ അത് മിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അള്ളാന്റെ ശക്തി എത്രത്തോളാണ്? വെറുതെ പിന്നെ ആളുകൾ ചോദിക്കുകയാണ്, ആളുകൾ പൊതുവെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? ആളുകൾ ചോദിക്കണത് ഈ നുരുമ്പിയ എല്ലുകളൊക്കെ അത് തിരിച്ചു വരുമോ എന്നാണ്. ഈ നുരുമ്പിയ എല്ലുകളൊക്കെ തിരിച്ചു വരുമോ? ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഞാൻ വായിച്ചു. മനുഷ്യന്റെ അസ്ഥികൂടങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റഡിയാണ് വായിച്ചത്. എന്താ അറിയോ? ഒരു മനുഷ്യന്റെ ഒരു രോമം കിട്ടിയാൽ, ശരിക്കും കേട്ടോളൂ ഞാൻ പറയണേ, ഒരു മനുഷ്യന്റെ ഒരു രോമം കിട്ടിയാൽ ആ രോമത്തിലെ DNA-യിൽ നിന്ന് ആ മനുഷ്യന്റെ നാടും ദേശവും അയാൾ ജീവിച്ച വർഷമൊക്കെ എടുക്കാന്നാണ്. ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയാൽ മതി എന്നാണ്. ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയാൽ ആ എല്ല് ഏത് ജീവിയുടെ എല്ലാണ്,
അത് ഏത് കാലത്ത് ജീവിച്ച ജീവിയാണ്, അത് മനുഷ്യനാണെങ്കിൽ ഏത് കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നതൊക്കെ പൂർണ്ണമായി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് ഇത് പറ്റുമെങ്കിൽ ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ആരാ? അള്ളാഹു സൃഷ്ടിച്ച കോടിക്കണക്കിന് സൃഷ്ടികളിലെ ഒരു സൃഷ്ടിയായ മനുഷ്യരിലെ, കോടിക്കണക്കിന് മനുഷ്യരിലെ കേവലം ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് പറ്റുമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ചീഞ്ഞളിഞ്ഞില്ലാതെയായി പോയ ഒരു അസ്ഥിയിൽ നിന്ന്, ഒരു അസ്ഥിയുടെ കഷ്ണത്തിൽ നിന്ന്, അതിന്റെ ഒരു പൊട്ടിൽ നിന്ന്, അതിന്റെ ഒരു നുരുമ്പിൽ നിന്ന് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പരിശോധനകൾ നടത്തി ഈ വ്യക്തി ഏത് ദേശത്ത് ജീവിച്ച ആളാണ്, ഏത് കാലത്ത് ജീവിച്ച ആളാണ്, ഏത് മാസം മരിച്ച ആളാണ് എന്നുള്ളത് കിട്ടുന്നതാണ്. അത്ര കൃത്യമായിട്ട്. എങ്ങനെ കിട്ടുക? ആ നാടിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി. ഈ അടുത്ത കാലത്ത് ഒരു കടപ്പുറത്ത് ഒരാളെ കൊന്നു കുഴിച്ചു മൂടി എന്ന് ഒരാൾ പോയി കുറ്റസമ്മതം നടത്തി. ചെന്നപ്പോ അവിടെ സംഭവം ഉണ്ട്. നേരെ അവിടുത്തെ പോലീസ് കേസ്, മിസ്സിംഗ് കേസ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. മിസ്സിംഗ് കേസ് ഉണ്ട്, മിസ്സിംഗ് റെക്കോർഡിൽ മിസ്സിംഗ് കേസ് ഉണ്ട്, ആളെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഇങ്ങനെ ഇത്രയും ശക്തമായിട്ട്, അഥവാ മരിക്കണ ഒരു മനുഷ്യന്റെയും ബയോളജിക്കൽ ഇൻഫർമേഷൻ, അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച രേഖ മാഞ്ഞു പോണില്ല. അയാൾ ആധാർ കാർഡ് പോയിട്ടുണ്ടാകും, അയാളുടെ സ്വത്തോഹരികളൊക്കെ വേറുള്ളവർക്ക് വിഭജിച്ചു കൊടുത്തിട്ടുണ്ടാകും, ബാങ്ക് അക്കൗണ്ട് മാറിയിട്ടുണ്ടാകും. പക്ഷെ അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന്റെ ബയോളജിക്കൽ റെക്കോർഡ് ഒരിക്കലും മാറുന്നില്ല എന്നാണ്. അപ്പോ ആ ബയോളജിക്കൽ റെക്കോർഡ് അങ്ങനെ സൂക്ഷിക്കണ റബ്ബിന് നമ്മളെ പ്രശ്നം പരിഹരിച്ചു തരാൻ പറ്റൂലേ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നമ്മളാണ് പഠിച്ചത്. അവന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ 100% എനിക്കറിയാം. ഞാന് അവന്റെ കണ്ടനാടിയോളം അടുത്ത് അവന്റെ കൂടെ ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ റബ്ബ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ അല്ലാഹുവിൽ തവക്കുലാക്കിയ ആ അല്ലാഹ് മദീനെ പിന്നെ ചിന്തിക്കുള്ളൂ. ആ അല്ലാഹ് മതി. എനിക്ക് തവക്കുലാക്കാൻ പടച്ചോണ്ട്, അപ്പൊ പിന്നെ ഒന്നും വേണ്ടി വരില്ല, റബ്ബ് മാത്രം മതി. നാട് മുഴുവൻ കുലുങ്ങി വന്നാലും എനിക്കൊരു ചൊക്കൂല്ല, ഞാൻ നിൽക്കണോടത്ത് ഞാൻ നിൽക്കും. അല്ലേ? ആളുകൾക്കുള്ള പ്രശ്നം എന്താ? എനിക്കറിയണേ, ഈ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്, എന്നോട് വളരെ പേഴ്സണലായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഫിഖ്ഹും അവരുടെ അഖീദയൊക്കെ നമ്മളോട് സംസാരിക്കും. പക്ഷെ അവർക്ക് നമ്മളെ പള്ളിയിൽ വരാനും നമ്മളെ കൂടെ നിൽക്കാനൊക്കെ പേടിയാണ്. കേൾക്കാറുണ്ട്. എൻ്റെ ഖുതുബ എല്ലാ ആഴ്ചയും കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആഴ്ചയും എന്നോട് ഖുതുബ ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ സംസാരിക്കുന്ന ഒരു സംസാരം ആയതുകൊണ്ടാണ് ഇവിടെ എന്നെ എങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾ ഞാൻ എന്തോ സംഭവമായതുകൊണ്ടല്ല, മറിച്ച് എല്ലാ ആഴ്ചയും നേരെ ചോദ്യം വരും, ഖുതുബ എന്ന് ചോദ്യം വരും. ഖുതുബ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഞാൻ അയച്ചു കൊടുക്കുള്ളൂ. പക്ഷെ അവരെ പ്രശ്നം എന്താ? അവർക്ക് ധൈര്യമായിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇതൊക്കെ ഇന്ന് പലപ്പോഴും എന്താ പ്രശ്നം എന്ന് പറയുക? ആളുകൾ വിഷയം പഠിക്കണില്ല. വിശദമായി കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ക്ലിപ്സൊക്കെ കാണിച്ച് അബ്ദുൽ മാലിക് സൽഫി കാണിച്ചു തരും. എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിലെ മിനിറ്റുകൾ കൂടി എടുത്തു പറയണം. അപ്പൊ ഞാൻ പറഞ്ഞ അള്ളാഹ് നിങ്ങൾ കണ്ടില്ലേ? എന്താ? എന്തും ചെയ്തു തരാൻ പറ്റുന്ന റബ്ബ്, എങ്ങനെ വേണമെങ്കിലും ഇടപെടണ റബ്ബ്. പാട്ടച്ചോനോടാണ് ചോദിച്ചാലേ പാട്ടച്ചോനോട് തരും പഠിച്ചോന്. പക്ഷെ എന്താ പറയുക? ഇഖ്ലാസോടെ ചോദിക്കണം. ചിലപ്പോ ആ ചോദ്യത്തിന് അപ്പ തരൂല, പിന്നെ തരിക. ചിലപ്പോ ചോദിച്ചത് തരില്ല, വേറൊന്നാണ് തരിക. ചിലപ്പോ ആ ചോദ്യം പരലോകത്തേക്ക് ഒരു പുണ്യാക്കിയിട്ട് പഠിച്ചോ മാറ്റി വെക്കും. പക്ഷെ പടച്ച റബ്ബിൽ വിശ്വസിക്കണം. നമ്മളെ പടച്ചോൻ ആരാ അറിയോ? കുൻ എന്ന് പറയാൻ ആ പടച്ചോന് മാത്രമേ പറ്റുള്ളൂ. എന്നാലേ ഇന്ന് മുസ്ലിയാക്കന്മാര് ഈ പടച്ചോന്റെ കുന്നുള്ള കപ്പാസിറ്റി അത് ഔലിയാക്കൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കണ ഉസ്താദുമാരെ പിന്നിലാണ് നിസ്കരിക്കണ പലരും. അവരോട് ഈ ആശയം, അവര് പറയുന്ന ഈ ആശയം തെറ്റാണെന്ന് പറയുമ്പോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഈ ജനത്തെ ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യേണ്ടി വരുമ്പോ ഭയന്ന് പിന്മാറി നമ്മളെ സ്റ്റാറ്റസ് പോകുമോ, നമ്മളെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പലർക്കും ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രയാസം.
ഞാൻ ഒരു മുസ്ലിയാർ പറയണ നിങ്ങൾ കേട്ടോളി, കുൻ എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു വിശേഷണം അത് കൊടുക്കുകയാണ്. ആർക്ക്? ഔലിയാക്കൊക്കെ കൊടുക്കണം. കേട്ടോളി. അള്ളാഹു അവന്റെ ആളുകൾക്ക്, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാത്ത ഒരു അധികാരവും ഇല്ല. അതിലേറ്റവും ഉയർന്നത് മശായിഖന്മാർക്ക് അല്ലാഹു തആല കുൻ എന്ന പറയാനുള്ള അധികാരം വരെ കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. കുൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാകണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നു. ഈ കഴിവ് അല്ലാഹു അവന്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് നൽകുന്നു. ഇൻ ഖുൽതു കുൻ യകുൻ, മഹാനരായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് വടവൂർ ശൈഖിനെ പറഞ്ഞു, പല മഹാന്മാരും പറഞ്ഞു. അപ്പൊ എല്ലാ കഴിവുകളും, എല്ലാ കഴിവുണ്ട് ഔലിയാക്കൾക്ക്. ഒരു കഴിവില്ല ഇല്ലാത്തത്. പടച്ചോന്റെ എല്ലാ കഴിവുണ്ട്. പറയാൻ ബാക്കിയുണ്ടായിരുന്നതാണിത്. ഹയ്യുൻ ഖയ്യൂമായ, ഹയ്യുൽ ഖയ്യൂമായ അതേ അള്ളാഹിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പറഞ്ഞ് മടവൂര് അയാൾ പടച്ചോനാണ് നടക്കവര് പാട്ടിറക്കി. പറഞ്ഞ് മടവൂര് പടച്ചോനാണെന്ന് കേട്ടോളി. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ. ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. ഇത് പറയണ ഒരു സമൂഹത്തിൽ ഈ ശബ്ദം ഉറക്കെ പറയാൻ വെട്ടത്തൂർ ഒരു പള്ളി വേണം. അതുകൊണ്ട് ഉണ്ടാക്കിയതാ, ഇല്ലെങ്കിൽ ഉണ്ടാക്കൂല. എവിടെയൊക്കെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും കൂടെ യോജിച്ചു നിൽക്കാൻ പറ്റുമോ അവിടെയൊക്കെ യോജിച്ചു നിൽക്കും. എവിടെയൊക്കെ യോജിച്ചു നിൽക്കാൻ പറ്റില്ലയോ അവിടെയൊക്കെ ആണത്തത്തോടെ, തന്റെ ഇടത്തോടെ, കരുത്തോടെ മാറി നിൽക്കും. വളരെ സ്നേഹത്തോടെ, വളരെ ശാന്തതയോടെ കാര്യം പറയുകയും ചെയ്യും. ഇങ്ങനെ നോക്ക്, ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്. ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, എന്നെന്നും ജീവിക്കുന്നവനും ഏറ്റവും ശക്തനുമായ റബ്ബ്. ആ റബ്ബിനെയും മടവൂരായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൂടി നിങ്ങൾ കേട്ടു നോക്ക്. എല്ലാരും ലൗഹേ നോക്കി ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും. മടവൂരാ ലൗഹും കലമും ഉഴുതുമറിക്കുന്നേ, എല്ലാം അടക്കി ഭരിച്ച് തിരിച്ചു മറിക്കുന്നേ. മയ്യിത്തിനെ ഹയ്യായി മാറ്റിയ ഹയ്യുൽ ഖയ്യൂമാണാ മടവൂർ. അസ്മാഉൽ ഹുസ്നയെ മുഴുവൻ ജസദിലരച്ചോരാ, മറ്റൊന്നായി കാണാത്തൊരു നില. അസ്മാഉൽ ഹുസ്ന ഫുള്ള് ജസദക്ക് കയറ്റിവരാന്നാണ്. എന്നാ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തും കൊടുത്തു. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, സർവശക്തൻ, എല്ലാം ആണ് കൊടുക്കുകയാണ്. എന്നിട്ട് അനല്ലാ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ലന്നെയാണ് എന്നാണ്. കേട്ടോളി, അനല്ലാ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന, ഭയങ്കര ആലിമാ. അല്ല ആലിമല്ല, അനല്ലാ, ഞാൻ പടച്ചവനാണെന്ന് പറയാം. പണ്ട് ഇബ്നു അറബി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. റൊട്ടി കടിച്ചിട്ട് പറഞ്ഞു റബ്ബൻ യഖുലു റബ്ബൻ, അള്ളാഹുവിനെ തിന്നുന്നു. റൊട്ടി അള്ളയാണ്, ഞാനും അള്ളയാണ്. ഇതിലേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, അതുകൊണ്ട് തീരുന്നില്ല. അടിമത്വത്തിൽ നിന്ന്, നമ്മളൊക്കെ അടിമകളല്ലേ, അടിമത്വത്തിൽ നിന്ന് അടിമണ്ട് സ്വതന്ത്രനാകുന്നതാണ്, ഹുറാകുന്നതാണ്. അതുകൂടി കേട്ടോളി. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചേൽക്കാണ് പിന്നെ അടിമക്ക് ഇത്തുലാക്കാക്ക്. റഹീം,
മലിക്ക്, ഖുദ്ദൂസ്, സലാമ്, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാനേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയുക ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്, അത് വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്ക് മാനസികം വന്ന് കിലുങ്ങുമ്പോൾ ഓരോരുത്തർ പറയണതാണ്. ഈ കിലുങ്ങിയതൊക്കെ ദീനായി കൊണ്ടെടുക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാ പ്രശ്നം. എന്നിട്ട് ഊതി വീർപ്പിച്ച കഥകളും സംഭവങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് സുഹൃത്തുക്കളെ പലപ്പോഴും ഉള്ളത്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ, ആണിനെ പെണ്ണാക്കിയത്, പെണ്ണിനെ ആണാക്കിയത്, മരിച്ചോരെ ജീവിപ്പിച്ചത്. ഇനിയിപ്പോ പടച്ചോന്റെ കഴിവ് ഒന്നുമില്ല. എന്നാലേ പലപ്പോഴും നാട്ടിൽ പറഞ്ഞുകൊണ്ടെന്ന് എന്താ അറിയോ, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ സഹായതേട്ടേ നടത്തണുള്ളൂ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെറുതെ പറയാണ്, പ്രാർത്ഥന അല്ലേ ഞങ്ങൾ ചെയ്യണത്, ഞങ്ങളെന്താ സഹായതേട്ടേ ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ സ്ഥിതിയാണ് ഞാൻ പറയണത്. ഇതൊക്കെയാണോ ഖബറിന് മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നു, ഖബറിനെ തൊട്ടുമുത്തുന്നു? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉള്ളാളായിരുന്നു, അബ്ദുൽ മാലിക് സൽഫി, നമ്മളെല്ലാവരും ഉള്ളാൾ ജാറത്തുനിന്ന് ചെറിയ ദൂരെ ഇപ്പുറത്ത് ഉസ്താദുമാരുടെ കയ്യിൽ മൈക്ക കൊടുത്ത്, എന്താ അവർക്ക് ചോദിക്കാനുള്ള അവസരം കൊടുത്ത് മുഖാമുഖ പരിപാടി നടന്ന അവിടെയായിരുന്നു. വന്ന് ന്യായീകരിക്കുമ്പോ പറയണ എന്താ, ഞങ്ങളെ ചോദ്യം അങ്ങനത്തെ ചോദ്യമല്ല, ഇങ്ങനത്തെ ചോദ്യമല്ല എന്നൊക്കെയാണ്. സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ്. അതുകൂടി പറഞ്ഞു ഞാൻ എൻ്റെ സംസാരം നിർത്താം. കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ്. ഔലിയാക്കൾക്കൊക്കെ ഇങ്ങനെ പല കഴിവും കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് ഇത്രയും കാലം പറഞ്ഞത്. ആ പറഞ്ഞുകൊണ്ടിരുന്നതിലെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കൊടുക്കുന്ന കഴിവന്തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹ്യങ്ങൾ, അവർക്ക് അള്ളാഹുതല കൊടുക്കുന്ന കഴിവെന്താണ്, അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ആർക്കും കഴിയില്ല. അപ്പൊ അള്ളാഹുതലക്ക് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹി യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫിൽ ഹയാത്ത് വഫിൽ ബഅദൽ ഹയാത്ത് ബിലാ ഹദ്ദിൻ വലാ ഹസ്രിൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെന്തിനുള്ള തെളിവാ? യൂസുഫ് അലിക്ക് ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് 100 കിലോ പൊക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് 25 പൊറാട്ട എണ്ണാൻ പറ്റും, വേറെ ചില ആളുകൾക്ക് 5 പൊറാട്ട എണ്ണാൻ പറ്റുള്ളൂ. ഈ ആയത്തിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടുമോ? ഇതിൽ നിന്ന് അദൃശ്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടുമോ? അള്ളാഹുവിന്റെ കഴിവ് ഒന്നും അള്ളാഹു അടിമക്ക് കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ ഒരു കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്കും കൊടുത്തിട്ടില്ല അല്ലെ? അത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവൻ എല്ലാം കേൾക്കണവനും എല്ലാം അറിയണവനുമാണ്. ആ എല്ലാം കേൾക്കണ, എല്ലാം അറിയണേ, അതുപോലത്തെ എല്ലാ കഴിവും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നാൽ ഇവർ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ടെന്ന് എന്താ അറിയോ? ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും 5000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ 5000 ആള് ഒരേ സമയത്ത് വേറെ വേറെ ഭാഷയിൽ വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയാനാണ് ഈ ആയത്ത് ഓതിയത്. അത് ദുർവ്യാഖ്യാനം. ഇനി ഒരു പരിധിയില്ലാതെ കൊടുത്തിട്ടുണ്ടെന്ന് വേറൊരു മുസ്ലിയാർ കൂടി ഒന്നും കൂടി പറഞ്ഞോട്ടെ. അള്ളാഹുവിനുണ്ട് ആ കഴിവ്. അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നു. ഖുർആൻ പറയുന്നു ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന്. സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, ഒരു തഫ്സീറൊക്കെ അങ്ങനെ ഉദ്ധരിച്ചിട്ട് ഭയങ്കര സമർത്ഥനാണ്. വിഷയം, ചോദ്യം വേറൊന്ന്, ഉത്തരം വേറൊന്ന്. ഇത് കാലങ്ങളോളം നമ്മളിവിടെ വെട്ടത്തൂര് വന്ന് മുഖാമുഖം നടത്തിയപ്പോഴൊക്കെ ഓതിയത് ഇങ്ങനത്തെ ആയത്തുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഈ ഇഷ്ടം പോലെ കഴിവ് അള്ളാഹുവിന്റെ കഴിവ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയതോട് കൂടെ ഞാൻ ആദ്യത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. TM മടവൂരിനെ അള്ളയാക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട്
ആ മൊഹീദ്ദീൻ ഷേഖിന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ മുക്കിലും മൂലയിലുള്ള മുസ്ലിയാക്കന്മാര് സ്വയം എടുത്ത് അണിയാൻ തുടങ്ങിയപ്പോ പേരോട് രംഗത്ത് വന്നു. മൂപ്പര് പറഞ്ഞു മൊത്തം ക്യാൻസൽ ചെയ്തു. മൂപ്പര് എല്ലാ കഴിവൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, കഴിവിനിപ്പോ പരിധിയൊക്കെ ഉണ്ട് എന്നാണ് മൂപ്പര് പറയട്ടെ. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ, ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മളെ നാട്ടിലൊരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതെന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. പരിധികളുണ്ട്. ഇതാ ഞങ്ങളും പറഞ്ഞേ. ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ കല്ലെടുത്തെറിഞ്ഞ്, അപ്പോഴാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞ്. ഇത് വെറുതെ പറയണല്ല. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിന്ന് യഥാർത്ഥ സുന്നിയായി നിൽക്കണ ഒരാളുണ്ട്. മൂപ്പര് പറയാം അപ്പൊ കഴിവിനൊക്കെ പരിധി ഉണ്ട്, എന്നിപ്പോ ഇതൊക്കെ തുടങ്ങിയെന്ന് മൂപ്പര് ചോദിക്കണമെന്ന് കേട്ടോളി. എന്നാണ് ഈ പരിധി വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചെറിയ കുട്ടിയായ കാലം മുതൽ നമ്മൾ പഠിച്ചതല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്നു. ഒരു കൈയും കണക്കും അതിനില്ല, ഒരു പരിധിയുമില്ല. ഇത് വഅദ് പറഞ്ഞവരല്ലേ നമ്മൾ, ഇത് കേട്ടവരല്ലേ നമ്മൾ. എന്നിട്ടതാ കറാമത്തിന് പരിധിയുണ്ട്. എന്താ പറഞ്ഞെന്ന്? അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തായി ഉണ്ടായത് ഔലിയാക്കന്മാർക്ക് കറാമത്തായി വരും. പഴയ കാലത്ത് മുഅ്ജിസത്തും കറാമത്തും കണ്ടോ, ഇതാണ് ഇത്രയും കാലം 100 കൊല്ലായിട്ട് പറഞ്ഞത്. ഇതാ അപ്പൊ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുന്ന, ഇവരുടെ തൗഹീദിന്റെ അടിത്തറയാണ് പൊളിക്കണത്. നമ്മളുടെ അധ്വാനങ്ങളുടെ ഫലമാണ് കണ്ടു തുടങ്ങുന്നത്. പക്ഷെ എന്താ സങ്കടം എന്നറിയോ? ഈ ഔലിയാക്കളോട് അവർക്ക് കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കാന്ന് വിചാരിച്ച് ചോദിച്ചു മരിച്ചുപോയ സാധുക്കളോ ഓല കാര്യോ? അപ്പൊ ശിർക്കായില്ലേ? അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് നിന്നാണ് ചോദിക്കണമെന്ന് വിചാരിച്ച ശിർക്കാകൂല എന്ന് പറഞ്ഞിട്ടാണ് സമുദായത്തെ മുഴുവൻ സർവ്വജാരത്തിലേക്കും പറഞ്ഞേച്ചത്. ഇപ്പൊ മൂപ്പര് കൊടുത്ത കഴിവൻ ക്യാൻസൽ ചെയ്യാണ്. ഞങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പ്രചരിപ്പിച്ച ആളുകളോട് ചോദിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ പ്രശ്നം എന്നറിയോ? അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ്. ശരിക്കും കേൾക്കുക, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ്. അത് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് വകവെച്ച് കൊടുത്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? സമസ്തക്ക് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അഭൗതികമായ കഴിവ് ജിന്നിനും മലക്കിനും ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വന്നത്. 2012 ചെറിയൊരു വ്യത്യാസം എന്ന് വരുത്തി. ജിന്നിനും മലക്കിനും ഉണ്ട് എന്നായി. സമസ്തക്കാര് ഔലിയാക്കൾ കൂടി ഉണ്ട് എന്ന് പറയും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കൾ ജിന്നിനും മലക്കിനും ഉണ്ട് എന്ന് പറയും. വളരെ വേദനയോട് കൂടിയാണ് ഇത് പറയുന്നത് കേട്ടോ, വളരെ വേദനയോട് കൂടെ. അതുകൊണ്ടാണ് മാറി നിൽക്കണേ. ഞങ്ങളൊക്കെ ഇപ്പൊ വഹിക്കണ എല്ലാ സ്ഥാനങ്ങളും അന്നുണ്ടായിരുന്നു അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ. അപ്പോ സമസ്തക്ക് പറ്റിയ അബദ്ധം അത് നമുക്ക് പറ്റിക്കൂടാ. അതുകൊണ്ടാണ് നമ്മൾ തിരുത്തിയതും ശക്തമായി മുന്നോട്ട് പോണതും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളെ പരലോകം നമ്മൾ കാക്കണം. നാട്ടുകാർ എന്ത് ചിന്തിക്കും, വേറുള്ളവർ എന്ത് ആലോചിക്കും, നമ്മളെ മാതാപിതാക്കൾക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതിന്റെ മുന്നോടിയായി അയൽക്കൂട്ടങ്ങൾ നടന്നു, ഗൃഹസന്ദർശനങ്ങൾ നടന്നു. എല്ലാറ്റിന്റെ ഉദ്ദേശം എന്താ? ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? രാവിലെ അവിടെ പള്ളിയിൽ വന്നപ്പോ ഒരു പൊറാട്ടി ഒരു കോഴിക്കറിയും കിട്ടി അല്ലേ, അത് പോയി കഴിച്ചു, ദീർഘമായ ദൂരം നടന്നു, പുണ്യം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ വിപുലമായ കാര്യങ്ങളോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പള്ളിന്റെ 2nd ഫ്ലോറിന്റെ വർക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. ഇനി ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഒരു മഹല്ല് എന്താണ് എന്ന് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം മഹല്ല് എന്താകണം എന്നത് മാതൃകാപരമായി കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ പരിശ്രമത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിന് ഈ നാട്ടിലെ കുറച്ചുകൂടി മനുഷ്യരുടെ സഹായവും സപ്പോർട്ടൊക്കെ വേണം. നിങ്ങൾ ഇടയ്ക്കൊന്ന് പള്ളിയിൽ വന്ന് കയറി ഇറങ്ങി പോയാൽ മതി. അവിടെ ഒന്ന് അപ്പൊ വേറെ കുറെ മനുഷ്യന്മാർക്ക് ധൈര്യം കിട്ടാണ്ട് അവർക്ക് വരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിപാടിയുടെ സാമ്പത്തികത്തിലേക്ക് വേണ്ട ഒരു കളക്ഷന്റെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ പരിപാടിന്റെ ചെലവ് നമുക്ക് ഇവിടുന്ന്
കണ്ടെത്തണം, അതിനോടുകൂടി സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ആദരണീയനായ അബ്ദുൽ മാലിക് സലഫിയെ, അദ്ദേഹം നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിലെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. വിസ്ഡം ബുക്സ് എന്നുള്ള നമ്മളുടെ പ്രസിദ്ധീകരണാലയത്തിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിരവധി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാം വിമർശകർക്ക്, ഹദീസ് നിഷേധം കൊണ്ടുവരുന്ന ആളുകൾക്ക്, പുത്തൻ വാദങ്ങളുമായി വരുന്നവർക്കൊക്കെ ഉള്ള വളരെ ശാന്തമായ അദ്ദേഹത്തിന്റെ നിരവധി പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീക്ഷിക്കാൻ കഴിയും. അദ്ദേഹത്തെ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് നമ്മൾ പോകുന്നു. ബാറകല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.